പ്രൈസ് ദി ലോർഡ്. കരൾ ഉയർത്തി പ്രൈസ് ദി ലോർഡ്. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ആരംഭിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെയാണ് ഇന്നത്തെ വഴിപാട് നടക്കുന്നത് എന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ നൽകാൻ പോവുകയാണ്. ഏറ്റവും ആരംഭത്തിൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്റ്റീഫൻ അച്ഛനെയും ജെയിൻ അച്ഛനെയും അൾത്താരയിലായിരിക്കുന്ന ഓരോ അച്ഛന്മാരെയും എൻ്റെ ഹൃദയത്തിൽ സ്നേഹിച്ചുകൊണ്ടാണ് ഈ വഴിപാടിന് ആരംഭം കുറിക്കുന്നത്. மிகவும் அன்போடு ஸ்டீஃபன் ஃபாதரையும் ஜெயின் அச்சனை இங்கே இருக்கிற எல்லா அருள் தந்தைகளையும் அன்போடு இதயத்தில் ஏற்றுக்கொண்டு தான் வழிபாடை தொடங்குகிறேன். ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് இந்த ஊழியம் தொடங்குவதற்கு முன்பாக ഒരു വചനം കർത്താവ് തരുന്നുണ്ട്. ഒരു വാർத்தை கடவுள் கொடுக்கிறார். സങ്കീർത്തനം 34:12. തിരുപ്പാടൽ 34:12. ജീവിതം ആഗ്രഹിക്കുകയും வாழ்க்கை விரும்புவதும் സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? സന്തോഷமாக നീടി ആയുൾ വിരുമ്പു ചെയ്യുകീர்களோ? തിന്മയിൽ നിന്ന് നാവിനെയും തീമയിലിருந்து നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിക്കണം. പൊയ് പേസുവതിലിருந்து വായയും കാപ്പാற்றிக் കൊള്ളുங்கள். എന്തിനു വേണ്ടിയാണ് ഈ ആരംഭത്തിൽ ഈ വചനം പറഞ്ഞെന്ന് അറിയാമോ? എதற்காக ആരംഭത്തിൽ நிறைவார்த்தை சொல்லப்பட்டது தெரியுமா? നാവിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. நமது நாவில் தான் ஆசீர்வாதம் இருக்கிறது. നാവിലാണ് ശാപവും ഇരിക്കുന്നത്. അതേ നാവിൽ தான் சாபமும் இருக்கிறது. ഇത് നമ്മൾ ഏറ്റവും ആരംഭിക്കാൻ പോകുന്ന செய்ய പോകിன்ற കുരിശിന്റെ ആശീർവാദത്തിൽ സിലുവൈ ആശീർവാദത്തിൽ തീ ശക്തികളെ ബന്ധിക്കുന്ന ശുശ്രൂഷയാണത്. തീയ ശക്തികളെ ഓട്ടിവിടുகிற ஊழியம். 3 കാര്യങ്ങളാണ് അതിന് പ്രത്യേകമായി ഉപയോഗിക്കുന്നത്. 3 കാര്യങ്ങൾ വിശേഷமாக பயன்படுத்துகிறோம். ഒന്ന്, യേശുവിന്റെ നാമം വിളിക്കുക. യേശുവിൻ പെയരെ അழைக்க வேண்டும். 2, യേശുവിന്റെ രക്തം തെളിക്കുക. യേശുവിൻ രക്തത്തെ തെളിக்க வேண்டும். 3, കുരിശുകൊണ്ട് ആശീർവദിക്കുക. മൂന്നാമത് സിലുവയാൽ ആശീർവദിക്കപ്പെട வேண்டும். 3 കാര്യങ്ങളാണ് ഒരു തിന്മയുടെ ശക്തികളെ ബഹിഷ്കരണ പ്രാർത്ഥനയിൽ ആത്മീയ പിതാക്കന്മാർ നമുക്ക് തരുന്നത്. 3 കാര്യങ്ങൾ ഒരു തീമയെ ഓട്ടുവதற்கு ആത്മീയ ഗുരുക്കൾ 3 കാര്യങ്ങൾ. ഒന്ന്, യേശുവിന്റെ നാമം വിളിക്കുക. മുതലിൽ യേശുവിൻ പെയരെ അழைக்க வேண்டும். യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്ന നിയോഗത്തിലേക്ക് ഈശോ കടന്നു വരും. യേശുവേ എന്ന് അழைത്താൽ അழைக்கின்ற കരുത്തുക്കുൾ യേശു കടന്നു വരുവാർ. എല്ലാവരും ചേർന്ന് യേശുവേ എന്ന് കൂപ്പിടുക. ഇങ്ങനെയല്ല, ഒറ്റ വിളിക്കണം. വിളിക്കുന്ന സമയത്ത് സ്വർഗം നോക്കണം. കാർമൽ ധ്യാന മന്ദിരത്തിലേക്ക് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നുകൊണ്ട് മാലാഖമാർ നോക്കണം. ഒരിക്കൽ കൂടി വിളിക്കാം, യേശുവേ. യേശു നാമമാണ് ബഹിഷ്കരണ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ കാര്യം. യേശുവിൻ പെയർதான் പെയിലെ ഓട്ടുവதற்கு முதல் ജപം. 2, യേശുവിന്റെ രക്തമാണ്. இரண்டாவது യേശുവിൻ രക്തം. രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തത്തെ ചിന്താமல் പാപത്തിൽ மீட்பு இல்லை. അപ്പോൾ അതുകൊണ്ട് തിരുരക്തം തെളിക്കുമ്പോൾ തിരുരക്തത്തെ തെളിക്കുമ്പോൾ വൈദികർ എല്ലാവരും ചേർന്നാണ് അങ്ങോട്ട് കടന്നു വരിക. ഗുരുവാണ് അനേവരും ഒന്നാக കടന്നു വരുവാர்கள். തിരുരക്തം നമ്മുടെ ശരീരത്തിൽ ഒരു തുള്ളിയെങ്കിലും വീഴണം. തിരുരക്തം ഉങ്ങൾ ഉടലിൽ ഒരു തുള്ളിയാவது വിഴ வேண்டும். ആ സമയത്ത് നിന്റെ ഹൃദയമാകുന്ന ആലയത്തെ, அந்த நேரத்தில் இதயம் என்கிற ஆலயத்தில், നിന്റെ ശരീരമാകുന്ന ആലയത്തെ, ഉടൽ എன்கிற ആലയത്തെ, നിന്റെ കുടുംബമാകുന്ന ആലയത്തെ, കുടുംബം എன்கிற ആലയത്തെ കർത്താവ് ആശീർവദിക്കും. കടവുൾ ആശീർവദിപ്പാർ. നമ്മൾ ഇവിടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും നാം ഇങ്ങുதான் ஜெபிக்கிறோம் என்றால் ഏതേത് ദേശങ്ങളിൽ നിന്ന് കടന്നു വന്നുവോ, எந்த நாடுகளில் இருந்து கடந்து வந்திருக்கிறோம், അവിടെ കർത്താവ് ചെന്ന് അനുഗ്രഹിക്കും. அந்த இடத்திற்கு ஆண்டவர் சென்று ஆசீர்வதிப்பார். അതാണ് തിരുരക്തം തെളിക്കുന്ന സമയത്ത് നമ്മൾ സംഭവിക്കുന്നത്. அப்போதான் തിരുരക്തം തെളിക്കുന്ന വേളയിൽ നടക്കുന്നത്. മൂന്നാമത്, യേശുവിന്റെ കുരിശ് കൊണ്ടാണ് ആശീർവദിക്കുന്നത്. മൂന്നാമത് യേശു സിലുവയാൽ ആശീർവദിക്കപ്പെടും. കുരിശിലാണ് രക്ഷ, സിലുവയിൽதான் மீட்பு, കുരിശിലാണ് വിജയം, സിലുവയിൽதான் വെற்றி, കുരിശിലാണ് മഹത്വം, സിലുവയിൽதான் മഹിമൈ. ഈ കുരിശ് ഉയർത്തുന്ന സമയത്ത് തന്നെ ഈ കാർമൽ ധ്യാന മന്ദിരത്തിന്റെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അതിർത്തികളിൽ കാവൽ മാലാഖമാർ കാവലായിരിക്കും. சிலுவை உயர்த்துகிற போது கார்மல் தியானத்தில் கிழக்கு, மேற்கு, தெற்கு, வடக்கு 4 திசைகளிலும் வானதூதர்கள் காவல் இருப்பார்கள். അതിന് ആമുഖമായി പറയുക 3 വചനമാണ് പറയുക. அதற்கு முகவுரையாக 3 இறைவார்த்தை கூறப்படும். ആ വചനം പറഞ്ഞുകൊണ്ടാണ്
തിന്മയുടെ ശക്തികളെ നമ്മൾ ശാസിക്കാൻ പോകുന്നത്. அந்த இறைவார்த்தையை சொல்லிக் கொண்டுதான் தீமையை நாம் கட்டுப்படுத்துகிறோம். നമ്മുടെ ഹൃദയത്തിലുള്ള തിന്മകൾ, இதயத்தில் உள்ள தீமைகள், കുടുംബത്തിലുള്ള തിന്മകൾ, குடும்பத்தில் உள்ள தீமைகள், ദേശത്തുള്ള തിന്മകൾ, நமது நாட்டில் உள்ள தீமைகள் കൂട്ടം കൂട്ടമായി വിട്ടുപോകും. கூட்டம் கூட்டமாக விட்டு ஓடி போய் അത് സംഭവിക്കും, அது நடக்கும். അപ്പൊ അതുകൊണ്ട് നമ്മൾ അച്ഛൻ പറയും നേരെ പിന്നിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ முதல்ல உங்களை பின்பக்கம் திரும்பி நின்று ஜெபிக்கும்படி கூறுவேன். 10,000-കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിച്ച കാർമൽ ധ്യാന മന്ദിരത്തിൽ 10,000-க்கும் அதிகமான மக்கள் ஜெபிച്ച இந்த கார்மல் தியான இல்லத்தில் ഇന്നോളം ഈ 17 വർഷങ്ങളായി ഇവിടെ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും 17 ആണ്ട് കാലமாக വന്നിരിക്കുന്ന എല്ലാ കുടുംബത്തിലും നമ്മൾ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുകയാണ്. നമ്മൾ കരമുയർത്തി അവരെ നാം ആശീർവദിക്ക പോകുகிறோം. നിന്റെ ജീവിതം നീ അഭിലഷിക്കുന്നുവെങ്കിൽ, உன் வாழ்க்கையை நீ ஆனந்தமாக்க விரும்பினால், സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുന്നുവെങ്കിൽ, സന്തോഷமாக നീടിയ வாழ்வு வேண்டும் என்றால் നീ യേശു നാമം വിളിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ പേരെ അழைத்து தான் ആശീർവദിக்க வேண்டும். അതിനുശേഷം നമ്മൾ ഇടതുപക്കം തിരിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. அதன் பிறகு இடப்பக்கம் திரும்பி நின்று ஜெபிப்போம். ഇടതുപക്കത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ ദേശത്ത് കടന്നു വന്ന കുടുംബങ്ങൾ, அந்த നാട്ടിൽ കടന്നു വന്ന കുടുംബങ്ങൾ, അവരുടെ അധ്വാനങ്ങൾ, അവരുടെ ഉழைപ്പുകൾ, അവരുടെ ജോലികളെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ്. വേലകളെ എല്ലാം ആശീർവദിക്കുന്ന ഊഴിയം. അതിനുശേഷം വലതുവശത്തിൽ തിരിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. அதன் பிறகு വലപ്പക്കം திரும்பி நின்று ஜெபிப்போம். എന്തിനാണ് ഇങ്ങനെ ഇടതുപക്കം വലതുപക്കം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം? എதற்காக இடப்பக்கம் வலப்பக்கம் திரும்புகிறோம்? ദിക്കുകളുടെ കെട്ടഴിക്കാനുള്ള പ്രാർത്ഥനയാണത്. ஒவ்வொரு திசையில் இருக்கிற கட்டுகளை உடைப்பதற்கு ஜெபிக்கிறோம். ഇത്രയും ആമുഖമായി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. இதை മുഖവുരயாக നിങ്ങൾ ஏற்றுக்கொள்ளுங்கள். അൾത്താരിൽ നിൽക്കുന്ന വൈദികർ ഒപ്പം അതുപോലെ ചെയ്യുന്നുണ്ടാകും. பலிபீடத்தில் இருக்கிற அருள் தந்தை இது போலவே செய்வார்கள். അപ്പോൾ നമ്മൾക്കും അത് ഒരുപോലെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നാം അതേപോലെ ഒன்றாக செய்ய முடியும். നമ്മൾ ഇതുവരെയും നമ്മുടെ നാവ് കൊണ്ട് പല അസഭ്യമായ ഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ഇതുവരെ നമ്മുടെ നാവിനാൽ പല മോശமான കാര്യങ്ങളെ പേശിയിരിക്കും. ഇന്ന് മുതൽ എൻ്റെ നാവ് കൊണ്ട് യേശു നാമം വിളിച്ച്, ഇன்று മുതൽ എൻ്റെ നാവിനാൽ യേശു നാമത്തെ மட்டும் എൻ്റെ ഹൃദയമാകുന്ന ആലയത്തെ, இதயம் என்கிற ஆலயத்தை, എൻ്റെ ശരീരമാകുന്ന ആലയത്തെ, உடல் என்கிற ஆலயத்தை, എൻ്റെ കുടുംബമാകുന്ന ആലയത്തെ, കുടുംബം എன்கிற ആലയத்தை ശുദ്ധീകരിക്കുന്ന தூய்மைப்படுத்துகின்ற പവിത്രമായ ശുശ്രൂഷയിലേക്ക് அழகான இந்த ஊழியத்திற்கு നമ്മൾ പ്രവേശിക്കുകയാണ്. നാം കടന്നു വരുகிறோம். നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അനേവരും എഴുന്നേറ്റ് നിൽப்போம். എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക. എഴുന്നേറ്റ് നിന്നുകൊണ്ട് തീരുമാനം എടുப்போம். പല വിധത്തിലുള്ള കെട്ടുകളുമായിട്ടായിരിക്കും നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പല വിധത്തിൽ കെട്ടുകളോട് നാം കടന്നു വന്നിരിப்போம். ആ കെട്ടുകളെ അഴിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. കെട്ടുകളെ ഉടയ്ക്കുന്ന ഒരു ഊഴിയം ഇത്. പലവിധ നിയോഗങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പലവിധ കരുത്തുകളുമായി കടന്നു വന്നിരിப்போம். നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, നാം ഇங்கே ജപിക്കുന്ന പോത്, നീ കടന്നു വന്ന ഭവനത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് അവിടെ ഉണ്ടാകും. നീ കടന്നു വന്ന ഇല്ലത്തെ ആശീർവദിക്കാൻ കടവുൾ അങ്ങ് കടന്നു செல்வார். നമ്മുടെ ഒരു തുള്ളി കണ്ണുനീരോടെ വീഴുന്നതിനേക്കാൾ മുൻപ്, തുള്ളി കണ്ണീർ വീഴുവதற்கு മുൻപ്, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ടാകും. ഉൻ കണ്ണീரை തുടയ്ക്ക കടവുൾ വന്നു വിടുവാർ. ഇതാ നമ്മൾ ഏറ്റവും ആരംഭത്തിൽ അല്പസമയം ഒന്ന് സ്തുതിച്ചാണ് പ്രാർത്ഥിക്കുക. முதலில் நாம் துதித்து ஜெபிக்க போகிறோம். അതിനുശേഷം 3 വചനങ്ങൾ ഇവിടെ പറയും. அதன் பிறகு 3 വാർത്തകൾ കൂറപ്പെടും. അതിനുശേഷം കുരിശുകൊണ്ട് ആശീർവദിക്കും. സിലുവയാൽ ആശീർവദിക്കപ്പെടും. ആ സമയത്ത് വൈദികർ കീഴോട്ട് ഇറങ്ങി എല്ലാ സ്ഥലത്തെയും പവിത്രീകരിക്കും. அந்த நேரம் அருள் தந்தை கீழே இறங்கி எல்லா இடங்களையும் பரிசுத்தப்படுத்துவார். അതിനുശേഷം അൾത്താരിയിലേക്ക് കടന്നു വരും. அதன் பிறகு பலிபீடத்திற்கு வருவார். അതിനുശേഷം പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ഹൃദയം നിറയാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധ ആവിയാൽ നിറപ്പപ്പെടുവதற்கு അപ്പുറം ജപിക്കും. നമുക്ക് ആരംഭിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കും. ഇനി ആരെയും ശ്രദ്ധിക്കരുത്. யாரையும் கவனிக்க வேண்டாம். ദൈവത്തിന്റെ കൃപയൊഴുകുന്ന സമയമാണ്. ആണ്ടവരുടെ അരുൾ ഒഴുകുന്ന ഇന്നോളം ഈ അൾത്താരിൽ അർപ്പിക്കപ്പെട്ട ബലിയോട് ചേർന്നുകൊണ്ടാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇതുവരെ ബലിപീഠ തിരുപ്പലി സമർപ്പിച്ചുകൊണ്ട് ജയിക്കുന്നു. ഇന്നോളം ഇവിടെ വചനം പങ്കുവെച്ച വിശുദ്ധരായിരിക്കുന്ന പുരോഹിതരുടെയും ശുശ്രൂഷകളുടെയും അഭിവന്യ പിതാക്കളുടെ അനുഗ്രഹത്തോടെയാണ് ഈ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുന്നത്. ഇന്നുവരെ ഇരൈപ്രസംഗം നടന്ന ഇരയ പണിയാളர்களையும் ഗുരുവാണറുടെയും ആയர்களையும் അർപ്പണം ചെയ്ത് ജപിക്കുന്നു. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന കർമ്മലമാതാവിന്റെ മാധ്യസ്ഥതയിലാണ് ഈ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുന്നത്. തിരുവിള കൊണ്ടാടുകിன்ற കാർമൽ മാതാവിൻ പரிந்துரையாൽ ഊഴിയത്തെ തുടങ്ങുന്നു. ഏലിയാ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഏലിയാ, നീ என்ன செய்கிறாய்? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി പടകളിൻ ആണ്ടവരാകിയ കടവുളുക്കായി ഞാൻ ജ്വലിക്കുകയാണ്. ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു വലിയ ജ്വലനം സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് സ്വരമുയർത്തി നിന്റെ നിലവിളി സ്വർഗം കേൾക്കണം. ഈ ധ്യാനമന്ദിരത്തിന്റെ എല്ലാ പുൽക്കൊടികളിലും ഓരോ മണൽത്തരികളിലും ശക്തി വ്യാപരിക്കണം. ദൈവത്തിന്റെ കൃപ വന്ന് നിറയണം. ദൈവ സഹായം കൂടാതെ നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കും.
ശക്തിയോടെ ഇവിടെ നിറയട്ടെ. ദൈവ കൃപകൾ കൊണ്ട് നിറയട്ടെ. ഭാഷാവരം കിട്ടിയ ഭാഷാവരം തീർന്ന് ശ്രമിച്ച് വിട്ടുകൊടുക്കുക. നാവിന്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന്റെ കെട്ടഴിയും. നാവിന്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയും. നാവിന്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ ദേശത്തിന്റെ കെട്ടഴിയും. നിന്നെയാണ് കെട്ട തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വർഗത്തിന്റെ വചനമേ, സ്വർഗീയ വചനമേ വരണമേ. ഹൃദയങ്ങളെ കീറി മുറിക്കുന്ന വചനമേ, ജീവിതങ്ങളെ വിശദീകരിക്കുന്ന വചനമേ, ജീവിതത്തിനെ തകർക്കുന്ന വചനമേ, പടുത്തുയർത്തുന്ന വചനമേ, നീ ഞങ്ങളിൽ വന്ന് നിറയട്ടെ, 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 നിറയട്ടെ. ഇതാ നമുക്ക് കരങ്ങൾ കൂപ്പിക്കൊണ്ട് ആമുഖമായ വചനം ഇതാ നമുക്ക് തരികയാണ്. കരങ്ങൾ കൂപ്പി മുഖപുരിയ വാർത്തയെ ഗവനിപ്പോ. പരിശുദ്ധ കന്യാമറിയം വചനം സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം. പരിശുദ്ധ കന്യമറിയാൽ ഇறைவார்த்தை ஏற்றுக்கொண்டதை போல நாம் എങ്ങനെയാണോ മാതാവ് വചനം സ്വീകരിച്ചത്, എவ்வாறு പരിശുദ്ധ മറിയാൽ ഏற்றுக்கொண்டார், നമ്മുടെ അമ്മ കർമ്മല മാതാവ് എങ്ങനെയാണോ വചനം സ്വീകരിച്ചത്, കർമ്മല മാതാവ് എவ்வாறு அதை ஏற்றுக்கொண்டார், അതുപോലെ വചനം സ്വീകരിക്കണം. അതുപോലவே நாம் ஏற்றுக்கொள்ள ഇതാ മാലാഖ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണണം. വാനദൂതൻ நமது മുൻപിൽ നിൽപ്പதை பார்க்க வேண்டும். ഈശോ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണണം. യേശു നമ്മുടെ അരികിൽ നിൽപ്പதை பார்க்க வேண்டும். ആമുഖമായ വചനം നിങ്ങൾക്ക് തരുന്നത് മുഖവരയാണ് വാർത്ത കൂറുகிறது. യോഹന്നാന്റെ സുവിശേഷം യോവാൻ നற்செய்தி 3-ാം അധ്യായം 3-ാவது அதிகாரம் 16-ാം തിരുവാക്യം 16-ാவது ഇறைവാർத்தை. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവർ മീത് വിശ്വാസമുള്ള എല്ലാവരും നശിച്ചു പോകാതെ അழிந்து പോകാமல் നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നിലവാഴ്വ് പെற்றுക്കൊള്ളുവதற்காக തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം തൻ ഒരേ മകനെ ഉലകത്തിற்கு അனுப்புவதற்கு ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. கடவுள் உலகத்தை அந்த அளவிற்கு அன்பு செய்தார். ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടാണ് എന്തുമാത്രം വഴി പിന്നിട്ടുകൊണ്ടാ വന്നിരിക്കുന്നത്. എவ்வளவோ பின்னாகி நாம் வந்திருக்கின்றோம். ഒരു രാത്രികാലം മുഴുവൻ യാത്ര ചെയ്ത് കടന്നു വന്നവരുണ്ട്. இரவு நேரம் முழுவதும் பயணத்தில் வந்தவர்கள் പല വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥത ഉള്ളവർ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. உடல் ரீதியான பலவித பிரச்சனைகளை வந்தவர்கள் உண்டு. ഈശോ പറയാൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശു கூறுகிறார் நான் உன்னை ഈ സ്നേഹം നിന്നിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ബലഹീനത ബലമായി മാറും. യേശുവിൻ അൻപ് കടന്നു വരുന്ന പോത് ബലവീനം ശക്തി. നിന്റെ കണ്ണുനീര് പുഞ്ചിരിയായി മാറും. കണ്ണീരെല്ലാം മகிழ்ச்சியாக മാറും. നിന്റെ ജീവിതം ഒരു വസന്തമായി മാറും. வாழ்க்கை ആനന്ദமாக മാറും. അതാണ് കർത്താവ് പറഞ്ഞത്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. கடவுள் உலகத்தை அந்த அளவிற்கு அன்பு செய்தார். രണ്ടാമത്തെ വചനം നമുക്ക് തരുന്നത് இரண்டாவது வார்த்தை கூறுகிறது സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ്. திருப்பாடல்கள் புத்தகத்தில் இருந்து 34-ാം സങ്കീർത്തനം திருப்பாடல் 34 18-ാം തിരുവാക്യം 18வது ഇறைവാർத்தை. ഹൃദയം നുറുങ്ങിയവർക്ക് உள்ளம் உடைந்தவருக்கு കർത്താവ് സമീപസ്ഥനാണ്. கடவுள் அருகில் உள்ளார். മനം ഉരുകിയവരെ மனம் உருகியவரை അവിടുന്ന് രക്ഷിക്കുന്നു. அவர் மீட்பு கொடுக்கிறார். നീതിമാന് நேர்மையாளர்கள் നിരവധി ക്ലേശങ്ങൾ ഉണ്ടാകാം, நாடுகள் இருக்கலாம், എന്നാൽ ஆனால் അവയിൽ നിന്നെല്ലാം കർത്താവ് മോചിപ്പിക്കും. கடவுள் எல்லாவற்றையும் மீட்பு கொடுப்பார். കർത്താവ് വിടുതൽ തരും. கடவுள் விடுதலை ഇതാ கொடுப்பார். കർത്താവാണ് നമ്മോട് സംസാരിക്കുന്നത്. கடவுள் தான் நம்மோடு பேசுகிறார். വചനമാണ് നമ്മോട് പറഞ്ഞത്. வார்த்தை நம்மோடு கூறுகிறது. ഹൃദയം ഉടഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. உள்ளம் உடைந்து ஜெபிக்க வேண்டும். ഹൃദയം തകർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. உள்ளம் உடைந்து ஜெபிக்க வேண்டும். യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. இயேசு பெயரை அழைத்து ஜெபிக்க ദൈവം வேண்டும். നമ്മുടെ അരികിലേക്ക് കടന്നു വരും. கடவுள் நம் அருகில் கடந்து வருவார். അവസാനമായ സന്ദേശം നമുക്ക് തരുന്നു. இறுதியான வார்த்தை கூறுகிறது. യേശയ്യായുടെ പുസ്തകം യെശയ്യാ പുസ്തകം 40-ാം അധ്യായം 40வது அதிகாரம் 31-ാം തിരുവാക്യം. 31 ഇறைവാർத்தை. വളരെ സുപരിചിതമായ വചനമാണ്. നമുക്ക് പഴക്കമുള്ള വാർத்தை. ദൈവത്തിൽ ആശ്രയം വെക്കുന്നവൻ கடவுளை தேடுபவர்கள் വീണ്ടും ശക്തി പ്രാപിക്കും. மீண்டும் வல்லமை பெறுவார்கள். അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. கழுகை போல இறகை விரித்து பறப்பார். ഓടിയാലും ക്ഷീണിക്കുകയില്ല, ஓடினால் சோர்வடையார், നടന്നാൽ തളരുകയുമില്ല. நடந்தால் தளர்வடையார்கள். ഒരിക്കലും തളരാത്ത ഒരു ശരീരം, ஒருபோது சோர்வடையாத உடல், ഒരിക്കലും തളരാത്ത ഒരു മനസ്സ് சோர்வடையாத ஒரு ഈ மனம் കുരിശിന്റെ ആസ്വാദ സമയത്ത് നമുക്ക് തരാൻ പോവുകയാണ്. சிலுவையின் ஆசீர்வாதத்தில் கிடைக்கும். കർത്താവിന്റെ വലിയ ശക്തിയോട് നിറയട്ടെ. ஆண்டவருடைய சக்தி நிறைய. വലതുകരം ഉയർത്തി തന്നെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വലതുകരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 സ്വരമുയർത്തി, സ്വരമുയർത്തി വിളിക്കുക. ഇതാ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങട്ടെ. ഈ ഭൂമിയെ മുഴുവൻ രക്ഷിച്ച കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ വചനമാകുന്ന യേശുനാഥൻ
Jesus Christ, I command you, Satan, you get out. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ യോഗ്യതയാൽ, തിരുവചനത്തിന്റെ ശക്തിയാൽ, ഈ സമൂഹത്തിന്റെ വിശ്വാസ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ, 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 വിശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ തിരുരക്തം കൊണ്ട് തെളിക്കാൻ പോകുന്ന സമയമാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, യേശുവെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. കരങ്ങൾ തിറപ്പി പിടിക്കുക, നിറന്ന് പിടിക്കുക, തുറന്ന് പിടിക്കുക. കർത്താവിന്റെ രക്തം നമ്മിൽ നിന്ന് പതിക്കട്ടെ. യേശുവിന്റെ രക്തം ഒന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പീലാത്തോസിന്റെ ഭവനം മുതൽ കയ്യപ്പാസിന്റെ ഭവനം വരെ ഒഴുകിയിറങ്ങിയ യേശുവിന്റെ രക്തം നമ്മൾ തെളിക്കപ്പെടട്ടെ. യേശുവിന്റെ കുരിശിൽ ഒഴുകിയിരുന്ന രക്തം ഇപ്പോൾ നമ്മൾ തെളിക്കപ്പെടട്ടെ. കർത്താവിന്റെ രക്തത്താൽ ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവ് പീലാത്തോസിന്റെ ഭവനത്തിൽ ഒഴുകിയ രക്തം നമ്മിൽ വന്ന് വഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശു നാമം വിളിക്കുക. യേശുവേ, 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 യേശുവേ. ഈ രക്തം കൊണ്ട് തെളിച്ച് വിശുദ്ധീകരിക്കണമേ. വെറോനിക്ക യേശുവിന്റെ തിരുമുഖം തുടച്ചപ്പോൾ ഒപ്പിയെടുത്ത തിരുരക്തം ഇപ്പോൾ ഇവിടെ തെളിക്കപ്പെടുകയാണ്. കാരണം ധ്യാന മന്ദിരത്തിന്റെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അതിർത്തിയിൽ നിന്ന് കടന്നു വരുന്ന ദൈവമക്കളുടെ ഭവനങ്ങളെ ആശീർവദിക്കും. അപ്പാ, നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി, കുരിശിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി, തിരുവചനത്തിന്റെ ശക്തി ഒഴുകട്ടെ. കൈകൾ തട്ടി യേശുവിന്റെ രക്തം കൊണ്ട് തെളിക്കപ്പെട്ട സമൂഹമാണിത്. ഇതാ കർത്താവിന്റെ പ്രത്യേകമായ കൃപ കൊണ്ട് ഇന്നോളം കാർമൽ ധ്യാനമന്ദിർ വന്ന സർവ്വ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നേരെ പിന്നിലേക്ക് തിരിഞ്ഞു നിന്ന് അനേവരും പിൻപക്കം തിരുമ്പി നിന്നുകൊണ്ട്, അനേവരും പിൻപക്കം തിരുമ്പി നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എത്രയോ ദൈവജനം ഇവിടെ കടന്നു വന്ന് പോയിട്ടുണ്ട്. കടൽ മക്കൾ കടന്നു വന്നിരിക്കുന്നത് അവിടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകണം. കുടുംബത്തിൽ കടൽ തിരുപ്പി വിരലുകളെല്ലാം വിടർത്തി പിടിച്ചുകൊണ്ട് 5 ഭൂഖണ്ഡങ്ങളെയും 7 വൻകരകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കാർമൽ ധ്യാന മന്ദിരത്തെ ദൈവജനം ഒന്ന് കൂടട്ടെ. പേരും കൂട്ടമായി ഇത് വളരട്ടെ. ഇന്നോളം കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെ ഇവിടുന്ന് ആശ്വദിയും. അപ്പാ, നിന്റെ തിരുരക്തത്താൽ തെളിച്ച് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. കർത്താവിനെ കേൾക്കാത്ത മക്കൾ ഈ ആലയത്തിൽ വന്ന് നിറയട്ടെ. ആദ്യം മുறை വന്നിരിക്കുന്ന മക്കളെ നീ ആശ്വദിക്കണമേ. എന്നും വന്നുകൊണ്ടിരിക്കുന്ന മക്കളെ ആശീർവദിക്കണമേ. കർത്താവേ, ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്നു. ഒറ്റ വിളി വിളിച്ച മക്കളെ യേശുവേ ഉയർത്തി കൂപ്പിടുന്നു. 3 മുறை കൂപ്പിടുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഇടതുപക്കം തിരിഞ്ഞു നിന്നുകൊണ്ട്, ഇടപ്പക്കം തിരുമ്പി നിന്നുകൊണ്ട്, ഇടതുപക്കം തിരിഞ്ഞു നിന്നുകൊണ്ട്, ഇടപ്പക്കം തിരുമ്പി ഇടതുവശത്ത് വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ആസ്വദിക്കണമേ. ഇടപ്പക്കം വന്നിരിക്കുന്ന എല്ലാ മക്കൾ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. തൊഴിൽശാലകളെ അനുഗ്രഹിക്കണമേ. തൊഴിൽശാലകളെ ആശീർവദിക്കണമേ. ദൈവാലയങ്ങളെ അനുഗ്രഹിക്കണമേ. ദേവാലയങ്ങളെ ആശീർവദിക്കണമേ. വിദ്യാലയങ്ങളെ അനുഗ്രഹിക്കണമേ. പള്ളിക്കൂടങ്ങളെ ആശീർവദിക്കണമേ. പ്രാർത്ഥനാ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. കുഴുക്കളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ മക്കളെ ആസ്വദിക്കണമേ. മക്കളെ ആശീർവദിക്കൂ. ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. തലമുറയെ ആശീർവദിക്കൂ. ഈ ശക്തികൾ വിട്ടുപോകട്ടെ. ഈ ശക്തി വിട്ടുപോകട്ടെ. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഇനിമേൽ ഫലപ്രദമാകുകയില്ല. ശക്തിയാൽ ഇടത്ത് പക്കം വന്നിരിക്കുന്ന കുടുംബങ്ങളെ, ദേശങ്ങളെ ആസ്വദിക്കണമേ. ഇടപക്കം വന്നിരിക്കുന്ന കുടുംബങ്ങളെല്ലാം
ஆசீர்வதியும் ஆசீர்வதிக்கணுமே. ஆசீர்வதியும் 3 முறை இயேசுவே என்று கூப்பிடுங்க. இயேசுவே വലത് പക്കം തിരിഞ്ഞു നിന്നുകൊണ്ട് വലപ്പക്കം തിരുമ്പി നിന്നുകൊണ്ട് വലത് പക്കം തിരിഞ്ഞു നിന്ന് ഇരു കരങ്ങൾ ഉയർത്തി കൂപ്പിടുക. വന്നിരിക്കുന്ന വാഹനങ്ങളെ ആശീർവദിക്കണമേ. വാഹനങ്ങളെ ആശീർവദിയും ഓരോ നാളുകളിൽ വരുന്ന കുടുംബങ്ങളെ ആശീർവദിക്കണമേ. രോഗികളെ തൊട്ടു സുഖപ്പെടുത്തണമേ. കല്ലുപോലത്തെ ഹൃദയങ്ങളെ മാംസളമാക്കണമേ. കുരിശിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കാർമൽ ധ്യാനമന്ദിരത്തെ ആശീർവദിക്കണമേ. ഇവിടെ ഊഴിയുന്ന വൈദ്യരെ അനുഗ്രഹിക്കണമേ. ഈ പ്രവിശ്യയെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഇന്നോളം വരാത്ത മക്കളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. മക്കളെ തമിഴകത്തെ വലിയ പെരുങ്കൂട്ടമായി ഇവിടെ വളരട്ടെ. പെരിയ ജനക്കൂട്ടமாக യേശുവിന്റെ തിരുവചനത്തിന്റെ ശക്തിയാൽ തിരു രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾ അവിടുത്തെ നാമം വിളിക്കട്ടെ. നാമത്തെ അളയ്ക്കിன்றோம். തിരുക്കര ഉയർത്തി വിളിച്ച മകളെ അൽത്താരയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ബലിപീഠത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഇന്നോളം ഈ ആലയത്തിൽ വന്നിട്ടുള്ള എല്ലാ അരുൾ തന്തകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചനം പങ്കുവച്ചിരിക്കുന്ന എല്ലാ ബ്രദേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആലയത്തിലെ പ്രേക്ഷിത ഘടകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ വരാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തോളം കരം ഉയർത്തുക. ആരും തളർന്നു പോകരുത്. യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ തിരു രക്തത്തിന്റെ യോഗ്യതയാൽ തിരു നാമത്തിന്റെ ശക്തിയാൽ 1000 വരുന്ന അഭിവന്യ പിതാക്കളോട് ചേർന്ന് 5.5 ലക്ഷം വരുന്ന വൈദികരോട് ചേർന്ന് കാർമൽ ആശ്രമത്തിലെ വൈദികരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. അനുഗ്രഹിക്കണമേ. 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 சத்ருவினிடமிருந்து எங்களை காத்தருளும் எங்கள் சர்வேஸ்வரா, எங்கள் சர்வேஸ்வரா. തിന്മയുടെ ശക്തിയിൽ വിട്ടുപോയാൽ ദൈവം തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. தீமையிட சக்தியில் விட்டு போனால் கடவுள் கொடுக்கிற அன்பளிப்பு தான் தூய ஆவி. അൺക്ലീൻ സ്പിരിറ്റ് വിട്ടുപോയി. தீய சக்தியில் விட்டு போய் விட்டது. ഇനി ഹോളി സ്പിരിറ്റ് ആണ് ഇവിടെ നിറയാൻ പോകുന്നത്. ഇനി പരിശുദ്ധാവി നിറപ്പ പോകുന്നത്. പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാവി വന്ന പിറகு നീ ശക്തി പ്രാപിക്കും. നീ വല്ലമൈ വരുവായി. വന്നതുപോലെയല്ല ഇവിടുന്ന് പോകാനിരിക്കുന്നത്. വന്നതുപോലല്ല നീ തിരിപ്പി ചെല്ലുന്നത്. പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ തൂയ ആവി വന്നു നീ ശക്തി പ്രാപിക്കും. നീ വല്ലമൈ വരുവായി. ജെറൂസലേമിലും യൂദയായിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും ഉലകിൻ കടയല്ലേ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നിങ്ങൾ എനിക്ക് സാക്ഷിയാக இருப்பீர்கள். സാക്ഷ്യം നൽകാനാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. സാക്ഷ്യം കൊടുക്കുന്നതിന് രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കൊരടുയർത്തി ശക്തമായി വിളിക്കണം. നാവ് ദീർഘായുസ് തരാൻ നിന്റെ നാവിന് സാധിക്കും. ഈ ധ്യാനമന്ദിരത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ദൈവമക്കളുടെ ഉള്ളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറന്നിറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തി ഒന്ന് നിറയട്ടെ. ദൈവാത്മാവ് ഒന്ന് നിറയട്ടെ. ആത്മാവേ കൊടുക്കൂ. കരങ്ങളെ തട്ടി பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை, பொழி
கிருபை தேவா இப்போ தாரும் தேவா உயர்த்தி தட்டி ஒழிந்திடும் வல்லமை உன்னதத்தின் வல்லமை ஆவியின் வல்லமை அக்கினியின் வல்லமை ஒழிந்திடும் வல்லமை உன்னதத்தின் வல்லமை ஆவியின் வல்லமை அக்கினியின் வல்லமை കരങ്ങൾ ഉയർത്തി കഥാന്റെ സ്തുതിക്കുക. കരങ്ങൾ ഉയർത്തി കഥാന്റെ സ്തുതിക്കുക, 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 സ്തുതിക്കുക. ഇതൊരു കൂട്ടായ്മയാണ്. ഇത് ദൈവത്തിന്റെ കൂട്ടായ്മയാണ്. ഇത് വചനത്തിന്റെ കൂട്ടായ്മയാണ്. ദൈവം വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കൂട്ടായ്മയാണ്. ദൈവത്തിന്റെ വലിയ ശക്തി ഒന്ന് നിറയാൻ പോകുന്ന സമയമാണ്. എന്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ പോകുന്ന സമയമാണ്. ഇടതുവശത്തും വലതുവശത്തും നിൽക്കുന്ന മക്കളുടെ ശിരസിൽ കൈകൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇടതുവശത്തും വലതുവശത്തും നിൽക്കുന്ന മക്കളുടെ ശിരസിൽ കൈകൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഇടപ്പുറം വലപ്പുറം മക്കളുടെ ശിരസിലെ കരങ്ങളെ വെച്ച് ജപിക്കக்கூடிய നേരം ഒരേ മനസ്സോടെ വിളിക്കണം, ഒരേ മനതോടെ ഒരേ ഹൃദയത്തോടെ വിളിക്കണം. ഒരേ ഉള്ളത്തോടെ എന്റെ കണ്ണുനീര് കർത്താവ് കാണും. കണ്ണീരെ നിന്റെ പ്രതിസന്ധികൾ വിട്ടുപോകും. ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അർപ്പണിച്ച് ജപിക്കக்கூடிய നേരം തകർത്ത് വിളിക്കണം. ഉള്ളൊരുക്കി യേശു എന്ന് കൂപ്പിടുക. ഓ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയട്ടെ. ജ്ഞാനത്തിന്റെ ആത്മാവിനെ, വെളിപാടിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ആത്മാവേ, വിട്ടുകൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, എല്ലാവരും ചേർന്ന് പാടുവോ? യേശുവിൽ അർപ്പണിക്കുന്നു, എല്ലാവരും പാടുവോ? യേശുവിൽ അർപ്പണിക്കുന്നു, കൂട്ടായ്മയെ സമർപ്പിച്ച് യേശുവിൽ അർപ്പണിക്കുന്നു, ഇടതുപക്കം വലതുപക്കം കൈകൾ വിടരുത്. ഒറ്റക്കെട്ടായി വിളിക്കണം. യേശുവിൽ അർപ്പണിക്കുന്നു, എല്ലാവരും ചേർന്ന് പാടുവോ? യേശുവിൽ അർപ്പണിക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, അഭിഷിക്തരെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, അഭിവന്യ പിതാക്കന്മാരെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, ഓരോ പങ്കുകളെയും സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, അതിൽ സഞ്ചരിച്ച യാത്രികരെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, ഈ ഇടവകയെ മുഴുവൻ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, തമിഴകം മുഴുവനെയും സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, പരിശുദ്ധ പിതാവിനെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, കർദിനാൾ സംഘങ്ങളെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, സമർപ്പിതരെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, പ്രേക്ഷിതരെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, ശുശ്രൂഷകരെ സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, ഈ ആലയത്തിലെ എല്ലാ വൈദികരെയും സമർപ്പിച്ച്, യേശുവിൽ അർപ്പണിക്കുന്നു, ഇരുകരമുയർത്തി കഥാനെ സ്തുതിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നോയാളിക്കാമേ അരുളിൽ നീ രോഗിയായി തീരുമ്പോൾ സഭയിലെ പുരോഹിതരെ വിളിക്കുക. നീ കാണ വേണ്ടും, അവരുടെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന. അവരുടെ വിശ്വാസം ജപം രോഗിക്ക് സൗഖ്യം നൽകട്ടെ. നോയാളിക്ക് സൗഖ്യമുണ്ടാകും. മകനെ, നീ രോഗിയായി തീരുമ്പോൾ നീ നോയാളിയാകും മാറും, ഉദാസീനനാകാതെ ചോർന്നു പോകാമോ ഭീഷണയോടെ പ്രാർത്ഥിക്കുക. യേശുവിൻ ചെവി ചങ്കുപൊട്ടി ജപിക്കുക. ഉള്ളം നൊറുങ്ങി ചെവി രണ്ട് കരങ്ങൾ സ്വന്തം ശിരസിൽ വെച്ചുകൊണ്ട്, സ്വന്തം ശിരസിലെ കരങ്ങൾ വയ്ക്കും, രണ്ട് കൈകൾ സ്വന്തം ശിരസിൽ വെച്ചുകൊണ്ട് സ്വന്തം ശിരസിലെ കരങ്ങൾ പൂർണ്ണമായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. സൗഖ്യത്തിക്കായി ചെവിപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. ദേവാവി ഇറങ്ങട്ടെ, സൗഖ്യമായി ഇറങ്ങട്ടെ. സൗഖ്യമായി ഇറങ്ങട്ടെ, വചനമയച്ച് സൗഖ്യം നൽകണമേ. ഇதை വാർത്തയടി ഞാൻ സൗഖ്യം നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. நான் உன்னை குணமாக்க ഞാൻ மாட்டேன், നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവാണ്. நான் உன்னை ബലപ്പെടുത്ത മാட்டேன். വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. താരുമയ്യാ, എല്ലാവരും ചേർന്ന് പാടുവോ? സൗഖ്യം താരുമയ്യാ, ശിരസിൽ കൈകൾ അമർത്തി പിടിക്കുക. സൗഖ്യം താരുമയ്യാ, എല്ലാ രോഗികളെയും സമർപ്പിച്ച്, സൗഖ്യം താരുമയ്യാ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച്, സൗഖ്യം താരുമയ്യാ, ബ്ലഡ് ക്യാൻസർ രോഗികളെ സമർപ്പിച്ച്, സൗഖ്യം താരുമയ്യാ, ബ്രസ്റ്റ് ക്യാൻസർ രോഗികളെ സമർപ്പിച്ച്,
സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ രോഗികളെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ ഗർഭാശയ രോഗികളെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ അസ്ഥി രോഗികളെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ ഡിസ്ക് രോഗികളെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ മൈഗ്രെയിൻ അസുഖമുള്ളവരെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ ചെവി പൊട്ടി ഒലിക്കുന്നവരെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ ഓപ്പറേഷൻ നിശ്ചയിച്ചവരെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ സോഡിയം പോകുന്നവരെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ സ്ത്രീ സഹജ രോഗങ്ങളെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ പുരുഷ സഹജ രോഗങ്ങളെ സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ ഈ സമൂഹത്തിലെ എല്ലാ രോഗികളെയും സമർപ്പിച്ച് സൗഖ്യം താരുമയ്യ ഈ കരുമയത്തിക തന്നെ സ്തുതിക്കണേ. നാവിന്റെ കെട്ടഴിയട്ടെ. സ്തുതിക്കുക, സ്തുതിക്കുക. ആരും വെറുതെ ഇരിക്കരുത്. വായ തുറക്കണം. ഓരോരുത്തരും നിലവിളി സ്വർഗം കേൾക്കണം. നിന്റെ പേരിന്റെ വിശ്വമോട് ചേർന്ന് കർമ്മന മാതാവോട് ചേർന്ന് ഈ അൾത്താരിൽ നിൽക്കുന്ന വൈദികരുടെ കൂട്ടായ്മയെ ചേർക്കാം. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള 5000-ഓളം വരുന്ന അഭിമന്യ പിതാക്കളോട് ചേർന്ന് 5.5 ലക്ഷം വൈദ്യരോട് ചേർന്ന് വിളിക്കുക. തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ. വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ഈ ആലയത്തെ നീ വിടുവിക്കണമേ. വേദന കുരുക്കൾ അഴിയട്ടെ. ദൈവജനം വരാൻ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. ധാരാളം വാഹനങ്ങൾ വന്ന് നിറയട്ടെ. ഞാൻ നിന്നെ വിമോചിപ്പിക്കും. നിന്റെ നിലവിളി കേട്ട് വേദന കുരുക്കുകൾ ഞാൻ കെട്ടുകൾ പൊട്ടിക്കും. നിന്റെ കഴുത്തിലെ നുകം ഞാൻ കുത്തിയൊടിക്കും. വീണ്ടും 2 കരങ്ങൾ സ്വന്തം ശിരസിൽ വെച്ച് സ്വന്തം ശിരസിൽ വെച്ചുകൊണ്ട് പൂർണ്ണമായി വലിയ വിടുതൽ തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിടുതலை താരുമയ്യ പാടുவோம். വിടുതலை താരുമയ്യ ഓരോ വ്യക്തികളുടെയും വിടുതൽ ഉണ്ടാകട്ടെ. വിടുതலை താരുമയ്യ കുടുംബങ്ങൾക്ക് വിടുതൽ ഉണ്ടാകട്ടെ. വിടുതலை താരുമയ്യ 1-ാം പ്രമാണം ലംഘിക്കുന്നവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ മന്ത്രച്ചരട് കെട്ടുന്നവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്നവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ മാത്സര്യം മർക്കടമുഷ്ടിയുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ വിഗ്രഹാരാധന നടത്തുന്നവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ പരദൂഷണം ചെയ്യുന്നവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ കോപം ദേഷ്യം വൈരാഗ്യമുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ ചെടിക ആസക്തിയുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ വ്യഭിചാര ദുർഭൂതമുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ ബ്ലൂ ഫിലിം കാണുന്നവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ അശ്ലീല പുസ്തകം വായിക്കുന്നവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ കണ്ണിന്റെ ദുരാശയുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ സുഖലോലുപതയുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ മദ്യപാന ആസക്തിയുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ പുകവലി ശീലമുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ തെറ്റായ സ്നേഹബന്ധമുള്ളവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ എല്ലാ തിന്മകൾക്കും അടിമകളായവരെ സമർപ്പിച്ച് വിടുതலை താരുമയ്യ ഈ ഒരു കരുമയത്തിക തന്നെ കൂപ്പിടുന്നു. യേശുവേ, യേശുവേ, യേശുവേ. അവനെ നോക്കുന്നവർ പ്രകാശിക്കട്ടെ. യേശുവിന്റെ ശക്തി പൊട്ടിപ്പുറപ്പെടുന്നു. തിരുക്കുരിശിന്റെ ശക്തി പൊട്ടിപ്പുറപ്പെടുന്നു. അവനെ നോക്കുന്നവർ പ്രകാശിതരായി തീരട്ടെ. വ്യക്തികൾ പ്രകാശിക്കട്ടെ. കുടുംബങ്ങൾ പ്രകാശിക്കട്ടെ. ഈ ധ്യാനമണ്ഡലം പ്രകാശിക്കട്ടെ. അൾത്താരിയിലായിരിക്കുന്ന വൈദികരുടെ ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ. സാമ്പത്തിക കെട്ടുകൾ ഇപ്പോൾ പൊട്ടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. വീടുകൾ കെട്ടുവാനുള്ള ഭാഗ്യം കൊടുക്കണമേ. വിദേശ യാത്രാ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നോളം ഈ ആലയത്തിൽ വന്നിട്ടുള്ള സർവ്വ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. 5000-ഓളം വരുന്ന അഭിമന്യ പിതാക്കളോട് ചേർന്ന് 5.5 ലക്ഷം വരുന്ന വൈദ്യരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഈ ആലയത്തിൽ പങ്കുവച്ചിട്ടുള്ള വചനത്തിന്റെ ശക്തിയാൽ
സ്ഥലം, പുരുഷന്മാർ താമസിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ഭക്ഷണശാലയിൽ നിന്ന് തിന്മയുടെ ശക്തിയെ വിട്ടുപോകട്ടെ. ധ്യാനമന്ദിരത്തിൽ കാലി ചവിട്ടുന്ന സമയത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ യോഗ്യതയാൽ, ദൈവവചനത്തിന്റെ ശക്തിയാൽ, വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ, ഞങ്ങൾക്ക് കിട്ടിയ പൗരോഹിത്യ അധികാരത്താൽ ഈ ആലയത്തെ അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. சத்ருவினிடமிருந்து எங்களை காத்தருளும் எங்கள் சர்வேஸ்வரா. பிதாவுக்கும் சுதனுக்கும் பரிசுத்த ஆவியின் பெயராலே നിങ്ങൾ എന്നിൽ വസിക്കുകയും நீங்கள் என்னில் வாசம் செய்வது എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ எனது வார்த்தை உங்களில் நிலையாக இருந்தால் നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, உங்களுக்கு விருப்பமுள்ளதை கேளுங்கள், നിങ്ങൾക്കത് ലഭിക്കും. உங்களுக்கு அது கிடைக்கும். നിങ്ങൾ എന്നിൽ വസിക്കുകയും நீங்கள் என்னை வாசம் செய்வதும் വന്നു പോകുന്നവരായി തീരരുത്. வந்து போபராக இருக்கக்கூடாது, വസിക്കണം. இயேசுவோடு வசிக்க வேண்டும். ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ ഉള്ളിലേക്ക് കടക്കാണ് നമ്മൾ. இங்கே ஊழியத்தின் உள்ளே கடந்து செல்ல வேண்டும். വന്നു പോകുന്ന ഒരു ധാരാളം ഉണ്ടായിരിക്കാം. வந்து போகிற மக்கள் நிறைய ഉണ്ട്. യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും என் உள்ளில் இருக்க வேண்டும், എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ என் வார்த்தை உங்களில் நிலையாக இருந்தால் ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, விருப்பமானதை கேளுங்கள், നിങ്ങൾക്കത് ലഭിക്കും. உங்களுக்கு அது கிடைக்கும். കരങ്ങൾ തട്ടി വചനത്തെ സ്വീകരിച്ചേ. നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ സ്റ്റീഫനച്ചനും ജയനച്ചനും കൂടിയൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഈ സമൂഹത്തെ വളർത്തിയിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരങ്ങൾ തട്ടി ഒരു ഗാനം നമ്മൾ ആലപിക്കാൻ പോവാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ വന്ന് നിറയട്ടെ. എല്ലാവർക്കും ഉഷാറല്ലേ? നമ്മൾ കരങ്ങൾ തട്ടി നല്ല ശക്തിയോടെ പോരാ പോരാ. அரசியே நீ வாழ்க.
പാടുക. அம்மா நீ வாழ்க எல்லோரும் அம்மா நீ வாழ்க அருள் நிறைந்தவளே ஆண்டவரின் தாயே அம்மா நீ வாழ்க எங்கள் அரசியே நீ வாழ்க அம்மா நீ வாழ்க எங்கள் அரசியே நீ வாழ்க. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തമിഴ് മക്കൾക്കൊക്കെ നല്ല സ്വരമുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.